ഹായ്ഡ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മക്കളെല്ലാവരും ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദിസ് ആക്സിഡന്റ് സേവ്ഡ് മില്യൺസ്. അപ്പോൾ ഏത് ആക്സിഡന്റിനെ പറ്റിയിട്ടാണ് മിസ് പറയാൻ പോകുന്നത്? നിങ്ങളെല്ലാം ഡൗട്ട് അടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഇതൊരു നോർമൽ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ആക്ച്വലി ഒരു എക്സ്പെരിമെന്റിനെ പറ്റിയിട്ടാണ് മിസ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നോർമലായിട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ ഈ ഒരു റിസൾട്ട് വരണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് ഡിസ്കവറി ആണ് ഇതെന്ന് പറഞ്ഞാൽ. അതായത് തീരെ ആ സയന്റിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതായിരിക്കും അതിന്റെ ഔട്ട്കം എന്നുള്ളത്. അപ്പം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള സയന്റിസ്റ്റായ അലക്സാണ്ടർ ഫ്ലെമിങ്ങിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് 1928 അപ്പം ഈ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ലാബ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ബാക്ടീരിയയിൽ ഇങ്ങനെ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വെക്കേഷന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ടേബിൾ ഫുള്ള് മെസ്സി ആയിരുന്നു. അതായത് കുറേ പെട്രി ഡിഷസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പെട്രി ഡിഷ് അദ്ദേഹം എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ ആ പെട്രി ഡിഷിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം തീരെ എക്സ്പെക്ട് ചെയ്യാതെ ഒരു മോൾഡ് അവിടെ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ മോൾഡിനെ നോക്കി. അപ്പോൾ പിന്നെ അദ്ദേഹം ഒരു കാര്യം കണ്ടെത്തി, എന്താണെന്ന് വെച്ചാൽ ആ മോൾഡ് ഗ്രോ ചെയ്യുന്നതിൻ്റെ ചുറ്റും ബാക്ടീരിയാസിന്റെ ഗ്രോത്ത് അവിടെ ഇല്ല. അതായത് ഈ മോൾഡ് എന്തോ ഒരു സാധനം സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ബാക്ടീരിയാസ് വളരാത്തത് അല്ലേ. നമ്മളൊക്കെ ആയിരുന്നു ആ ഒരു സ്ഥാനത്തെങ്കിലും നമ്മൾ ആ പെട്രി ഡിഷ് എടുത്ത് നോക്കും, അപ്പോൾ തന്നെ ത്രോ ചെയ്യും അല്ലേ. പക്ഷെ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് അവിടെ അതിൻ്റെ ചുറ്റും, ആ മോൾഡിൻ്റെ ചുറ്റും ബാക്ടീരിയാസ് വളരാത്തത്? എന്താണ് ആ സാധനം സെക്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ മോൾഡ്? അങ്ങനെ അദ്ദേഹം സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ മോൾഡ് എന്ന് പറഞ്ഞാൽ പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞൊരു ഫംഗൈ ആയിരുന്നു. അത് സെക്രീറ്റ് ചെയ്യുന്ന ടോക്സിൻസ് കാരണമാണ് അവിടെ ബാക്ടീരിയാസ് വളരാത്തത്. അതായത് അതിനൊരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ വേറൊരു മെഡിസിൻ ലെവലിലേക്ക് അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വന്നതാണ്. അദ്ദേഹമാണ് നമ്മുടെ ഫസ്റ്റ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ കണ്ടുപിടിച്ചത്. ഈ സ്റ്റോറി മക്കൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ആൻഡ് മക്കൾക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ 8th ക്ലാസ്സിൽ വരുന്ന ചാപ്റ്റർ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയും അതേപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയും. അതായത് മൈക്രോ ഓർഗാനിസംസ് ഒരേ സമയം തന്നെ ഹീറോസും ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വില്ലൻ റോളും പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ഡിസീസസ് എന്ത് കോസ് ചെയ്യുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പുമാർ ചെയ്യുന്നുണ്ട്, മൈക്രോബ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൈക്രോബ്സിൻ്റെ റോളുണ്ട്. അതേപോലെ തന്നെ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക്, കൂടാതെ ഒരുപാട് ഫെർമെൻറ്റഡ് ബീവറേജസ്, ഇവിടെയെല്ലാം മൈക്രോ ഓർഗാനിസംസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ വഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8th ക്ലാസ്സിൽ പഠിക്കുന്ന ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണ്, പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ മെഡിസിന് റോളുണ്ട്, അതേപോലെ തന്നെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസ്, കൂടാതെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് എവിടെയുണ്ട് മൈക്രോ ഓർഗാനിസത്തിന് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ മൈക്രോ ബയോളജി എന്ന് തന്നെ പറയുന്നത് അല്ലേ. മക്കളെല്ലാവരും ഈ ഒരു ബ്രാഞ്ചിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ ഈ ബേസ് എല്ലാം നിങ്ങൾ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലേ. പക്ഷേ ഈ ഒരു സമയത്ത്, അതായത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യേണ്ട മക്കളാണ്. അതായത് ഇപ്പോൾ 12th കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നീറ്റ് JEE പോലുള്ള എൻട്രൻസ് എക്സാം എഴുതുന്നിരിക്കും. അല്ലാതെ തന്നെ നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസിനൊക്കെ പോവുകയാണെങ്കിലും അവർ ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാൽക്കൺ ബാച്ച്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോർമലായിട്ട് പഠിക്കുന്ന സിലബസിന് പുറമേയുള്ള ഒരുപാട് ക്യൂരിയോസിറ്റി നിറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, അതായത് നോർമൽ ഡേയ്സിൽ ഇപ്പോൾ നിങ്ങളുടെ യോദ്ധ ബാച്ചിൻ്റെ ക്ലാസ്സസ് ഒക്കെ പോകുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഫാൽക്കൺ ബാച്ചിൻ്റെ ക്ലാസ്സസ് എപ്പോഴാണ് കാണാമെന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. നമ്മൾ ഫാൽക്കൺ ബാച്ചിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോളിഡേയ്സിലും സൺഡേയ്സിലും ആണ്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നോർമൽ ആയിട്ടുള്ള യോദ്ധ ബാച്ച് ഷെഡ്യൂളിന് ഇത് തീരെ തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി നിങ്ങളെല്ലാവരും യോദ്ധ ബാച്ച് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓഫറും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് 1,999 rupees മാത്രം ആഡ് ചെയ്താൽ മതി. നോർമലി നിങ്ങൾ യോദ്ധ ബാച്ചിൽ ഇല്ലാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിലോ നിങ്ങൾക്ക് ഫാൽക്കൺ ബാച്ച് മാത്രം അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2,999 rupees ആണ് ആഡ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു കോമ്പറ്റീറ്റീവ്
വേൾഡ് ആണല്ലേ. അവിടെ നമ്മൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് യുണീക്കായിട്ട് നമ്മുടെ സ്കിൽസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഉന്നത റാങ്കുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇനിയും നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കണം. മിസ് എന്തായാലും നിങ്ങളെ കാത്ത് അവിടെ ഫാൽക്കൺ ബാച്ചിൽ ഉണ്ടാവും. സോ മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.